കർഷക കോൺഗ്രസ് ചവറ നിയോജക മണ്ഡലം കമ്മിറ്റി കർഷക സന്ധ്യ സംഘടിപ്പിച്ചു. കേര കർഷകരെ ആദരിച്ചു. അനുമോദനവും സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് ചവറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കർഷക സന്ധ്യ സംഘടിപ്പിച്ചത്. തെക്കും ഭാഗത്ത് സംഘടിപ്പിച്ച പരിപാടി KPCC സെക്രട്ടറി R രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പ്രതിസന്ധിയിലാണ് രാജ്യത്തെ കർഷകർ. നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ലായ കർഷകൻ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ പഞ്ചാബിൽ നിന്ന് കർഷകരുടെ ഒരു ജാഥ ഡൽഹി ലക്ഷ്യമാക്കി കടന്നു വരുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭം ഡൽഹിയിൽ നടന്നത് നമ്മൾ ആരും മറന്നു കാണില്ല. നമ്മുടെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കഴിഞ്ഞ കുറെ കാലങ്ങളായി ശ്രദ്ധിച്ചില്ല. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തൂത്തെറിഞ്ഞുകൊണ്ട് 102 MLA-മാരുടെ ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരമേറ്റു. ശ്രീ VD സതീശൻ ഗവൺമെന്റിന്റെ കന്നി ബഡ്ജറ്റ്, കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്തത്. VD സതീശൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേരളത്തിലെ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളത്തിലെ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ബഡ്ജറ്റിൽ 1535 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ മാറ്റിവെച്ചത്. തേവലക്കര പഞ്ചായത്തിൽ നിന്നും മികച്ച കേരഗ്രാമം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട തേവലക്കര പ്രസന്നൻ പിള്ളയെയും തെക്കുംഭാഗം പഞ്ചായത്തിൽ നിന്നും മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട മധു M പുതുമനയെയും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുനമ്പത്ത് ശിഹാബ് ആദരിച്ചു. UDF ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജയകുമാർ, കാഞ്ഞിരംവിള ഷാജഹാൻ, ചവറ മധു, പന്മന തുളസി, മണ്ഡലം പ്രസിഡന്റ് DK അനിൽകുമാർ, ചവറ ഗോപകുമാർ, R നാരായണപിള്ള, പ്രസന്നൻ പിള്ള, മധു പുതുമന എന്നിവർ പങ്കെടുത്തു. സുവോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ആർഷ നാരായണനെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.